അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യമുള്ളതിനായി ഇന്ന് കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പൊന്നേശു കരനീട്ടിയായി വിധിക്കണമേ. പിതാവിന്റെ സ്നേഹം സ്പർശിച്ച് കടന്നു പോകുവാൻ തകർന്നവരൊക്കെ അവിടുന്ന് മുറിവ് കെട്ടി അയക്കണം. രാത്രിയിൽ നിങ്ങളോട് സഹായിച്ച് ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് പകൽ നമ്മൾ വായിച്ചതും കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുമായ വേദഭാഗം വായിക്കാം. Let us come to the text that we were reading this morning and yesterday. Praise God, the Gospel of Luke, chapter number 10, verse number 19. Praise God, hallelujah. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. നമ്മൾ ആരാണ്? Who are we? നമ്മൾ ആരാ? Who are we? പഴയ നിയമത്തിൽ ആർക്കാണ് അധികാരമെന്ന് നിങ്ങൾക്കറിയാം. Yesterday I told you who had the authority in the Old Testament. പഴയ നിയമത്തിൽ ഈ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കുമാണ് അധികാരം. It was to the kings and the priests that God had ordained the authority. നമ്മൾ ആരാ? Who are we now? ദൈവമക്കൾ സത്തായി ചിന്തിച്ച് പ്രയോജനപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. We are thinking about a subject that we should very carefully evaluate and think about. 2000 ആണ്ടിൽ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് തന്ന ഒരു ദൈവത്തിന്റെ വലിയ ആലോചനയാണ്. This is a message that God gave me when I came from North India to Kerala to minister. Praise God, a new revelation that God gave me. ഈ കാഴ്ചപ്പാട് പ്രാപിച്ച് ആയിരങ്ങൾ വിടുവിക്കപ്പെട്ടുകൊണ്ട്. And because of this vision that God gave me, many thousands of people were saved. നിങ്ങൾ വേറെ ആരെന്ന് കേൾക്കാൻ സാധ്യതയില്ല. You might have not heard this from anybody else. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ അധികാരം രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കുമായിരുന്നു. You should understand, in the Old Testament it was the priest and the kings that had the authority or the power. ഇവിടെ നമ്മൾ അമേരിക്കയിൽ അധികാരം അമേരിക്കൻ ഗവൺമെന്റ് പരമാധികാരം കൊടുത്തിരിക്കുന്നവർ ഇവിടുത്തെ പോലീസുകാർ. It is to the police officers that the American government has given the authority. അവർക്ക് ഏത് കള്ളനെയും എവിടെ വെച്ചും പിടിക്കാം. They can arrest any thief at any place. ഏത് വണ്ടിയും എവിടെ വെച്ചും തടയാം. They can stop any vehicle at any point. ഞാനത് പറയാൻ കഴിയും. ഇപ്പൊ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നവർ കണ്ട കാര്യം പറയും. I'm just mentioning what I saw when we went outside. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഏതോ ഒരുത്തൻ ഏതോ കൃത്രിമം കാണിച്ചു ഏതോ ഉപദ്രവം ചെയ്തു. One guy who went into the supermarket did something bad. ഒരു വെളുത്ത ഇച്ചിരിയുള്ള ഒരു പോലീസുകാരൻ. There was a white man who was a police officer. അവനേക്കാളും ഉണ്ട് ഗണ്ണുകൾ. Yeah, he has more guns than his own stature. കോട്ടും പൂട്ടും ഗണ്ണും അവന്റെ ബെൽറ്റും അവന്റെ ഷൂസും എല്ലാം കൂടെ ചേരുമ്പോൾ അവന് ഇത്രയും ഉണ്ട്. And when you add up all these gadgets that he has on his belt, he is a huge man. ഈ പോലീസുകാരനേക്കാളും ഉണ്ടൊരു നീഗ്രോ. And there's a Negro who was bigger than this police officer. And he created some problem in that supermarket. So somebody called the police. And instantly the officer came to the spot. And he caught hold of the man. And he just took out his gun both at the same time. And because that police officer had the authority to shoot, he can do that. I mean, the moment the police officer took the gun out, the man put his hand behind his back. And also he took the
handcap, and he കണ്ടുകൊണ്ട് ഇറങ്ങിച്ചിരുന്നു. and we saw that as we were walking out. അവനെ പിടിച്ച ഒറ്റയ്ക്കൊരുത്തൻ. I mean, that's നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇതുപോലെ ഒരുത്തനെ വിലങ്ങ് വെക്കാനായിട്ട് ഒരു ടൺ പോലീസ്. in order to arrest a person like that in India, you need tons of people to arrest him. ശരിയല്ലേ? I mean, ഇതുപോലെ ഒരുത്തനെ പിടിക്കാനായിട്ട് 10 വാൻ പോലീസാ പോകുന്നത്. even 10 vans of police should go in India to catch a fellow like that. പോലീസുകാരൻ വളരെ പുഞ്ചിരിയോടെ അവനെ തൂക്കിയെടുത്ത് ആ കാറിന് പുറകിലിട്ട് ഗ്ലാസും പൊക്കി. അതിനിടയ്ക്ക് വേറൊരുത്തൻ നീഗ്രോയുടെ അത്രയും നീഗ്രോ പോലീസുകാരൻ അവിടെ പാഞ്ഞു പിടിച്ച് And then instantly we saw another police officer also, is a black man. He come to help the other officer. അപ്പൊ ഇയാൾ പറയുക, വെള്ളക്കാരൻ പോലീസ് പറയുക, So the white police is saying, ഞാൻ ചെയ്ത് കഴിഞ്ഞു, I am done, you can go now. എന്റെ അധികാരം ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞു, I already used my authority, ഇയാൾ പോകും. now you may go. ഒരു നമ്മൾ ഷാക്കിന്റെ അടുത്ത് അയാളങ്ങ് പോകുക. They gave shake hand and they left. ഒറ്റയ്ക്ക്. I mean, this fellow on his own. ഭയങ്കരം തന്നെ വാസം. I mean, that is amazing. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഈ ബഹളക്കാരനെ വിലങ്ങ് വെച്ച് കാറിന്റെ പുറകിലിട്ട് അവൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകുക. Praise God. He single-handed arrested that person and took him to the station. നമ്മളൊക്കെ നാട്ടിൽ എലിയെ പിടിക്കും പോലെ. Amen. Like we catch a mouse in India. നാട്ടിലൊക്കെ എലിയെ പിടിക്കത്തില്ല. ലാഘവത്തോടെ. That's how easily he did the task. എന്താ കാര്യം? You know why he did that? എന്നെ ഇത് വളരെ ചിന്തിപ്പിച്ചു. Amen. അമേരിക്കൻ ഗവൺമെന്റിന്റെ ഫുൾ അധികാരി. He has the full authority of the American government now. നമ്മൾ ആരാ? Who are we? നിങ്ങളോ I mean, നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നിങ്ങളെ മോക്ഷിപ്പാർത്തക്കവണ്ണം തെരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തജനവും. 2 Peter 2:9. You are a chosen generation, a royal priesthood, a holy nation, peculiar people that are called to show the praises of him who called from the darkness to his marvelous light. നിങ്ങൾ ആരെന്നാ പറയുന്നത്? Who are we? ആര്? Who are we? ദൈവ മക്കളാരാണ്? Who are the children of God? Amen. കാണുകയും ചെയ്യാമല്ലോ. ഞാൻ പുറകോട്ട് കൂടെ കണ്ടില്ലല്ലോ. Hallelujah. Praise the Lord. ഞാനൊരു യോഗത്തിന് ഇവിടെ പോയാൽ Amen. Praise the Lord. അവിടെ എനിക്ക് ഒരാളെ പ്രസംഗിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് കാണത്തക്കൊണ്ട് ഞാൻ തരും. Amen. ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വരാത്തുള്ളത്. സ്തോത്രം. കർത്താവിന്റെ ദാസനെ കർത്താവ് പ്രയോജനപ്പെടുത്തും. Amen. God has plans to use this man of God. ഇന്ന് ഇച്ചിരി മൂടെ കൂട്ടാം. സ്തോത്രം. കർത്താവ് തന്നിരിക്കുന്ന താരന്തികൾ പ്രയോജനപ്പെടുത്തുക. കർത്താവിന്റെ കൃപ അതെ കർത്താവ് ധാരാളമായിട്ട് അതെ വ്യാപരിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. നമുക്ക് നമ്മൾ ആരാണ്? Who are we? നമ്മൾ ആരാ? Who are we? നിങ്ങളോ ആര്? നിങ്ങളോ You are a chosen generation. നിങ്ങൾ You. ആര്? Who are we? വിളിക്കപ്പെട്ടവര്. You are chosen. അന്ധകാരത്തിൽ നിന്നും From the darkness അത്ഭുത പ്രകാശം to his marvelous light. നിങ്ങൾ ആരാണ്? Amen. Praise the Lord. നിങ്ങൾ ആരാണ്? We are. Who are we? നിങ്ങൾ ആരാണ്? Who are we now? Amen. നിങ്ങൾ രാജാക്കന്മാരും പുരോഹിതന്മാരും. Oh, you are kings and priests for God. രാജാക്കന്മാരും പുരോഹിതന്മാരുമായ നമുക്ക് എന്തുണ്ട്? I mean, what do we have being kings and priests? Amen. We have the authority. Amen. Hallelujah. Praise God. Thank you, Lord. പക്ഷേ ഒരു കാര്യം But one thing you should understand. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. We are all believers in Christ. പാസ്റ്റർമാർ വിശ്വാസികളല്ലേ? And pastors believers too. നമ്മളെല്ലാവരും We are all believers in Christ. അനുവചൻ ഒരു യോഗത്തിന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, One time Kanamajan said in a meeting, സഹോദര എന്ന് വിളിച്ചാലും even if you call me a brother, മിസ്റ്റർ കാനമെന്ന് വിളിച്ചാലും and if you call me Mr. Kanam, it doesn't really matter. നമ്മളെല്ലാം സഹോദരന്മാർ. Because we are all brethren. പിന്നെ ഞാനൊരു ഇടയനല്ല. I am not a shepherd. അതുകൊണ്ട് എന്നെ പാസ്റ്റർ എന്ന് വിളിക്കണ്ട. So don't call me a pastor. അതുകൊണ്ട് കാനവച്ചന്റെ ഒരു നോട്ടീസിലും ഒരു പുസ്തകത്തിലും ഒരു ലേഖനത്തിലും
പാസ്റ്റർ കാനവച്ചൻ എന്ന് വെക്കുക. Therefore, he never places that designation as a pastor in any of his notices or on any of his publications. എല്ലാവരും അറിയപ്പെടുന്നത് ഈ വിളിച്ച് കാനവച്ചൻ വിളിച്ച് ആ നിലയിൽ ആയിപ്പോയതാണ്. And everybody calls him Kanamachan, and they just call him as that name. ഒരു തിരുമേനിയെ കേറി ബ്രദറെ വിളിച്ചു നോക്കണം. Can he call a Tirumeni and a brother? നമ്മളെ തിരുമേനിമാരൊന്നുമല്ല. We are not Tirumenis. നമ്മളെല്ലാം സഹോദരന്മാർ. We are all brothers. ഈ സഹോദരന്മാരായവരുടെ ഇടയിൽ നിന്ന് അധികാരം പ്രത്യേകമായിട്ട് സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനും പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരെ സ്വതന്ത്രമാക്കുവാനും സത്യസുവിശേഷം പ്രസംഗിക്കുവാനുമായി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ കർത്താവ് വേർതിരിച്ച് സഭയുടെ മൂപ്പനാക്കുക. And then God takes from the brethren people who are qualified and ordained to deliver the people from the sins and the darkness and the powers of the enemy and make them the elder of the church. പക്ഷേ അധികാരം ആർക്കൊക്കെ ഉണ്ട്? But who else has the authority? നമുക്ക് എല്ലാവർക്കും. Because we all have the authority. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ജീവിത മേഖലകളിൽ അധികാരം ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മേഖലകളിൽ പറക്കും. And in our own realm, in our own areas, if we use the power and the authority that God has given us, we are going to be lifted up from നമുക്ക് that. അധികാരമുണ്ട്. We have an authority. നമ്മുടെ അധികാരം നമ്മൾ ഉപയോഗിക്കണം. We should use that authority. പരിശുദ്ധാത്മാവുണ്ടോ? Do you have the Holy Spirit? പരിശുദ്ധാത്മാവുണ്ടോ? Do you know if you have the Holy Spirit? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകൃപയിൽ നിറയപ്പെട്ട ഓരോ ദൈവമക്കൾക്കും പരിശുദ്ധാത്മാവുണ്ട്. Praise God. And everyone who are born again and saved and baptized have the grace of God, are filled with the Holy Ghost. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ശക്തിയുണ്ട്. Which means when you have the Holy Ghost, you have the power of God. പഴയ നിയമത്തിൽ എല്ലാവർക്കും പരിശുദ്ധാത്മാവില്ല. In the Old Testament, it was not so. Not everyone had the Holy Ghost. അതിന് ദൈവം പ്രത്യേകമായി സെലക്ഷൻ ചെയ്ത ചിലരുണ്ട്. And there were people who were chosen by God to anoint with the Holy Ghost. മോശയ്ക്ക് അധികാരം കിട്ടി. We know that Moses had authority. അവനിൽ ആത്മാവുണ്ട്. And the Spirit of God was upon Moses. അവനിലുള്ള ആത്മാവിനെ 70 പേർക്ക് പകർന്നു കൊടുത്തു. And we see how he imparted that power, the Spirit that was in him, to 70 other elders. 600,000 വരുന്ന ജനത്തിന് മോശ രാവിലെ കുത്തിയിരുന്നാൽ വൈകുമ്പക്കമാകുമ്പോഴും ന്യായം വിസ്തരിച്ച് തീരത്തില്ല. I mean, there was a time, an issue in that camp where there were millions of people, and he began to sit from the morning till evening and judge these people, but yet was not able to, complete his mission there. മോശയുടെ അമ്മായിയപ്പൻ ഇത്രോവ് പാളയത്തിൽ വന്നപ്പോ മോശ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. And his father-in-law Jethro came to the camp, and he was not even able to see Moses. രാവിലെ പോകുന്ന മോശ നടുക്കൂർ പാതിരിക്കാ. I mean, he goes early in the morning to judge the people, and he takes till midnight. ഒരു ദിവസം മോശ കയറി വന്ന പിത്രോവ് ചോദിച്ചു. One night Moses came home, and Jethro, his father-in-law, ഇത്രയും സമയം എവിടെ ആയിരുന്നു? where were you all this time? എന്റെ അമ്മായിപ്പനെ എനിക്ക് ഭാരിച്ച. He said, my father-in-law, I had so much responsibilities because I have to go and judge for all these millions of people, because they have many issues and I need to address all those. ഉടനെ ഇത്രോ പറഞ്ഞു കൊടുത്തു, അത് ഈ ജനത്തെ മുഴുവനും ന്യായപാലനം ചെയ്യാൻ നിനക്ക് മാത്രം കഴിയുകയില്ല. And what his father-in-law said was, you cannot do this judgment for all these people even if you try as much as you can. മോശ പറഞ്ഞു, എനിക്കായി ആത്മാവുള്ളത്. And then Moses said, I am the only one that has the Spirit of God in me. അധികാരമുള്ളത്. I am the only person that has the authority in this ഒരു group. കാര്യം ചെയ്ത് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേറെ 70 പേർ കൂടെ നിന്റെ ആത്മാവിനെ പകർന്നു കൊടുക്കുക. And Jethro said, you consult with God and you give this spirit to other 70 people. ഇത് പകരുന്നതാ. Because this is imparted. Amen. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ ചെന്നിട്ട് അവരവരെ കൈവച്ചു. Praise God. Paul went to Ephesus and laid his hands upon the disciples. അവരും നിറഞ്ഞു. And they were filled with the Holy Ghost. അവരും അന്യഭാഷ. And they began to speak in other tongues. പകരപ്പെടുന്നതാ. Because it is a spirit that is imparted. 70 പേർ കൂടെ പകർന്നു. When Moses gave the spirit, it came upon another 70 people too. അവരും Amen. കൈകാര്യം ചെയ്തു. And they also began to judge the people.